നമ്മൾ എല്ലാം റബ്ബിന് സമർപ്പിച്ചു കൊണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്. അതാണല്ലോ മുസ്ലിം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വതും റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ശരിയായ മുഅ്മിൻ എന്ന് പറയുമ്പോൾ. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ശരിയായ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നിർഭയത്വം ലഭിക്കുക. അത് ഈ ലോകത്തും ലഭിക്കും, പരലോകത്തും ലഭിക്കും. ഈ ലോകത്ത് ലഭിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ്, അല്ലെങ്കിൽ അസ്വസ്ഥതകളാണ്. ഇപ്പോൾ ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് ബസ് കയറിയാൽ, രാവിലെയുള്ള ബസ്, ഫസ്റ്റ് ബസ്സിലാണ് കയറുന്നതെങ്കിൽ മമ്പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ ആ ബസ്സൊന്ന് സ്ലോ ചെയ്തിട്ട് അവിടെ കുറച്ച് ക്യാഷ് ഇടും, കാണിക്കയിടും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വിശ്വാസപ്രകാരം അതിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അന്നത്തെ ഓട്ടത്തിൽ, അന്നത്തെ കളക്ഷനിൽ വലിയ കുറവ് സംഭവിക്കുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു തവക്കുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു കാണിക്കയിടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഈമാനു ബില്ലയിൽ പോലും ഇത്രയും വലിയ ലോകം നിയന്ത്രിക്കുന്നത് ആര് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പോലും ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. എന്നാൽ നമ്മുടെ സമസ്തക്കാരെന്താ പറയുക? സമസ്തയിലെ മുസ്ലിയാക്കന്മാരെന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെ ആഹ്വാനം ചെയ്തതാരാ? അതും AP അബൂബക്കർ മുസ്ലിയാർ ആയത്തോതി ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞു. CM മടവൂർ എല്ലാം നിയന്ത്രിക്കുന്നു, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു, ട്രെയിന് നിയന്ത്രിക്കുന്നു, ലോകം 18 ഉലകവും നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ വിശ്വാസത്തെ, അടിസ്ഥാന വിശ്വാസത്തിൽ പോലും ചൂഷണം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.